സാഹചര്യമില്ല. ഓൾമോസ്റ്റ് ഒരു കാലം കൂടെ ഒന്ന് ഒരു കാലം പുറത്തു സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും ഇല്ല. ഇല്ല സംസാരിക്കുന്നു. ഇല്ല അത് ഇവരെ മാറ്റി കഴിഞ്ഞിട്ടേ ബാക്കി മാറ്റാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 3/4 മണിക്കൂർ വേണ്ടി വരും. ഉടൻ തന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. എല്ലാ ഡോക്ടേഴ്സും ഉണ്ട്. താലൂക്കിലെ ഡോക്ടേഴ്സും അത് നമുക്ക് പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പം പറയാൻ പറ്റത്തില്ല. എനിവേ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഇതേ ഉള്ളൂ. അതങ്ങനെയാണ് കിടക്കുന്നത്. ചെസ്റ്റൊക്കെ ഫ്രീ ആയതുകൊണ്ട് ശ്വാസമൊക്കെ എടുക്കുന്നുണ്ട്. ഏതാ ബിജുവിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല. പൾസില്ലായിരുന്നു. അത് കാണാൻ പറ്റുന്നില്ല. ശരി, ബിജുവിൻ്റെ അവസ്ഥ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ അതേസമയം സന്ധ്യയുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഒരു കാല് സ്ലാബ് മാറ്റി ഒരു കാലിന് മുകളിൽ കൂടി ഉണ്ട്. അതുകൂടി മാറ്റിയാൽ പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്ന രീതിയിലാണ് നിലവിലിപ്പോൾ ഡോക്ടർ പറഞ്ഞത്. മറ്റു പ്രശ്നങ്ങളില്ലാതെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. അതായത് അരയ്ക്ക് കീഴ്പോട്ടാണ് പരിക്കുകളുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് അടക്കമുള്ള കാര്യത്തിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ കാര്യത്തിലടക്കം ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും നിലവിൽ ഇല്ല. പക്ഷേ കാലിന് താഴോട്ട് സാരമായ പരിക്കുണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. ഒരു കാലിന് നല്ല പരിക്കുണ്ട് എന്ന രീതിയിലാണ് നിലവിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഉടനെ തന്നെ, അതായത് ആ സ്ലാബ് കൂടി പൂർണ്ണമായി മാറ്റാൻ സാധിച്ചാൽ ഉടനെ തന്നെ ഇവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന കാര്യമാണ് നിലവിൽ ഡോക്ടർ നമ്മളോട് സംസാരിച്ചത്. അതിനു മുമ്പ് സംസാരിച്ചത് അയൽവാസിയായ യുവാവായിരുന്നു. ഈ സംഭവം ഉണ്ടായ സമയത്ത് ആദ്യം ഇവിടേക്ക് ഓടിയെത്തിയതും അയാൾ തന്നെയായിരുന്നു. ആ സമയത്ത് സന്ധ്യയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. വിളിച്ച സമയത്ത് വേദന കൊണ്ട് കരയുന്ന ഒരു ശബ്ദം കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. അവർ തന്നെയാണ് ബാക്കിയുള്ള ആളുകളെ വിവരം അറിയിക്കുന്നതും രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ മുൻതൂക്കം നൽകിയതും. മടിമലിയിൽ ഒരു സ്പൈസസ് കടയിൽ ജോലി ചെയ്യുന്നു ബിജു എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു മകളാണുള്ളത്. മകൾ തറവാട്ടിലുണ്ട് എന്ന കാര്യം കൂടി നിലവിൽ സമ്മതിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പരിശോധിച്ചിട്ട് വേണം, അതായത് ഇവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണമെന്ന് പറയുന്നു. പക്ഷേ മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആശങ്കയുണ്ടായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. മഴയില്ലാത്തതുകൊണ്ട് മാത്രമാണ് പോകാതിരുന്നത്. ഈ പ്രശ്നം നേരത്തെ തന്നെ പലരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ആരും ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. ഉച്ചയോടുകൂടി ആളുകൾ ഇവിടെ നിന്ന് ക്യാമ്പിലേക്കും മറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്കും മാറി താമസിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ മാറി താമസിച്ച സമയത്താണ് തറവാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ബിജുവും സന്ധ്യയും പോയത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു എന്ന കാര്യമാണ് അറിയുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് അപകടമുണ്ടായി എന്നതാണ് നിലവിൽ പറയപ്പെടുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് കിടപ്പുമുറിയിലാണ് ഇവർ അപകടമുണ്ടായത്. ഒരുപക്ഷെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതി സ്വന്തം വീട്ടിൽ തന്നെ അന്തിയുറങ്ങാമെന്ന് കരുതി വന്നതായിരിക്കാം. എന്താണെങ്കിലും ആ സമയത്ത് മറ്റുള്ളവർ മാറി നിന്നതുകൊണ്ട് വേറൊരു വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിലവിൽ 2 പേരും അതിനകത്ത് തന്നെയുണ്ട്. അതിനകത്ത് സന്ധ്യയുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതേസമയം ബിജുവിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി പറയാൻ അവർക്ക് സാധിക്കുന്നുമില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് 8ലേറെ വീടുകൾ നിലവിൽ മണ്ണിനടിയിലേക്കായി പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. ഇവരെല്ലാവരും ക്യാമ്പിലാണുള്ളത്. 22 പേർ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി 25 കുടുംബങ്ങൾ കൂടി ഈ ഭാഗത്തുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് അയൽവാസിയായി യുവാവ് നമ്മളോട് പറഞ്ഞത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.